ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങളുടെയും ചുഴലിക്കാറ്റിന്റെയും സീസൺ വരുന്നു. ജൂലൈ 15-ന് ശേഷം ബംഗാൾ ഉൾക്കടൽ സജീവമാകുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. ജൂലൈ 15-നും 18-നും ഇടയിലായി ഒഡീഷ തീരത്ത് ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഒഡീഷയിൽ ഇത് കനത്ത മഴ നൽകും. ഒപ്പം കേരളത്തിലും കാലവർഷം സജീവമാകാൻ ഈ ന്യൂനമർദ്ദം കാരണമാകുമെന്നാണ് മെറ്റ്ബീറ്റിന്റെ വിലയിരുത്തൽ. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാറു ദിശയിൽ നീങ്ങാനാണ് സാധ്യത. ജൂലൈ 11 മുതൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ അനുകൂലമായ അന്തരീക്ഷമൊരുങ്ങും. ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ മെയ് അവസാനവാരം രൂപപ്പെട്ടിരുന്നു. ഇത് ശക്തിപ്പെട്ട് റിമാൽ ചുഴലിക്കാറ്റാകുകയും ബംഗ്ലാദേശിൽ കരകയറുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ്, ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിൽ റിമാൽ കനത്ത മഴ നൽകിയിരുന്നു. എന്നാൽ കേരളത്തിൽ ചിലയിടങ്ങളിലെ റിമാലിന്റെ സ്വാധീനത്താൽ മഴ ലഭിച്ചിരുന്നുള്ളൂ. മെയ് 26-ന് രാത്രിയാണ് റിമാൽ ബംഗ്ലാദേശിൽ കരകയറിയത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.